നേവിക്ക് എടുത്തിരിക്കുന്ന പോലെ 250 മീറ്റർ ഉള്ളിൽ ഒരുപാട് ദൂരമോ പക്ഷേ ഇവിടെ ഒരു എന്റെ അടക്കത്തിന് 3 ലക്ഷം 4 ലക്ഷം രൂപ ഇന്ന് 50,000 രൂപ നിൽക്കാൻ കൊടുക്കാറ്റി സ്ഥലത്തിന് വിലയില്ലല്ലോ. ഇത് വാങ്ങാൻ മറ്റൊന്നര മത്സ്യത്തൊഴിലാളികൾ ഈ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായത് അവർക്കെന്ന് പറയുന്നത് കിഴക്കോട്ട് പടിഞ്ഞാട്ട് മാറത്തില്ല. അവർക്ക് കിഴക്കോട്ട് പോയാൽ വില കുറച്ച് വസ്തുക്കൾ കിട്ടും. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് എന്ത് വിലയാണെങ്കിൽ 4 സെന്റിന് 4 സെന്റ്. ഞാൻ പറയാം 88-ൽ ഒരു വഴിക്ക് വേണ്ടി 3000 രൂപ വിലയില്ലാത്ത സമയത്ത് ഞാൻ 25,000 രൂപ ഒരു വഴിക്ക് വേണ്ടി ഞാൻ മേടിച്ചാവാം. 3000 രൂപ അന്ന് വിലയില്ലാത്തവർ. കാരണം വേറെ നിവൃത്തിയില്ല, പോകണ്ടേ. ഞാൻ കിടക്കുന്നിടത്ത് ഇറങ്ങിപ്പോവാൻ വേണ്ടി ആ സമയത്ത് അങ്ങനത്തെ ഒരു രാജ്യമായി. കാരണം നമ്മളെ കുറിച്ച് അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വില പോകും. എങ്ങനെ നമ്മളെ പോയി അവരുടെ അടിമയായിട്ട് അവിടെ വരുന്നത്. പിന്നെ പുതിയൊരു ജീവിത രീതി ഉണ്ടാക്കിയെടുക്കണം. പക്ഷെ ഇതാകുമ്പോഴാ ജനിച്ച നാട്ടിൽ എന്തായാലും നിങ്ങളും വന്നെത്തിയ ഒന്നും പറയത്തില്ല, മറ്റുള്ളവരും പറയത്തില്ല. കാരണം എന്താ വെച്ചാൽ എന്റെ ഉള്ളത് കൊണ്ട് ഞാൻ ജീവിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഇതുങ്ങള് പടിഞ്ഞാറ് പോയി കൊണ്ടുവരുന്നതിന്റെ പേരിലാണ് ഈ പടിഞ്ഞാറത്തെ മത്സ്യത്തൊഴിലാളി ഏതെങ്കിലും പറ്റും. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? കടലിനുള്ളിൽ കല്ല് താഴെ പോയാലാണ് നമുക്ക് ഏറ്റവും വലിയ വിഷയം. കല്ല് താഴെ പോയി. ഇവിടെ മെയിൻ്റനൻസ് വർക്ക് ചെയ്തിട്ട് 25 വർഷത്തിന് മേളിലായി. 25 വർഷത്തിന് മേളിലായി. ഇപ്പോഴും നല്ലൊരു മെയിൻ്റനൻസ് വർക്ക് ചെയ്യാവുന്നതല്ല. ഈ കിടക്കുന്നവരെ ആരും മാറ്റേണ്ട ആവശ്യം വേണ്ട. മെയിൻ്റനൻസ് പണി ചെയ്യാമെങ്കിലേ അപ്പൊ അപ്പുറത്ത് ചെയ്തിരിക്കുന്ന പോലെ ഓരോ ചെറിയൊരു മുട്ടും കൊടുത്ത് ഈ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിന്റെ 50 കൊല്ലത്തോളം 45 കൊല്ലത്തോളമായി ഈ കിടക്കുന്ന രാജ്യം താഴെ പോകും. ഓരോ വർഷവും കടലിൽ ചെന്ന് ക്ഷോഭം ഉണ്ടായി വരുമ്പോ പിടിച്ചിടിച്ച് താഴോട്ട് പോയി അങ്ങനെ സംഭവിച്ചേ. മെയിൻ്റനൻസ് വർക്ക് എന്ന് വെച്ചാൽ ചെല്ലാനത്തൊക്കെ ചെയ്ത മാതിരി ഇന്ന് ഈ ഇപ്പൊ ഉണ്ടായ ഈ കടൽക്ഷോഭത്തില് അടുത്തെവിടെയെങ്കിലും വീടുകൾ എന്തെങ്കിലും സംഭവം? വീടുകളിലെ ഒന്ന് കഴിഞ്ഞ 4 മാസം ചെറിയൊരു ക്ഷോഭം ഉണ്ടായ അന്തരീക്ഷം തെരി അപ്പുറത്ത് 1 വീട് അവിടെ പോയി മറിച്ച് കിടക്കാൻ അത് എക്കാപ്പത്തുണ്ട്. ഒരു 10ന്റെ പൈസ കൊടുത്തില്ല ആൾക്കാർ. ഒരു രക്ഷയില്ല സഹോദര. ഈ അവർക്ക് വെട്ടി തിന്നാൻ അല്ലാതെ വേറെ ഒരു പണി നമ്മൾ പരസ്യമായിട്ട് പറയുന്നു. വെട്ടി തിന്നുന്ന പണി അല്ലാതെ വേറെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ളതാണോ? ഞാൻ കോൺഗ്രസ്സുകാരനാ. നമുക്കിപ്പോ രാഷ്ട്രീയം പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു പാർട്ടിയിൽ അടുത്ത ഈ ഇലക്ഷൻ വരുന്ന പഞ്ചായത്ത് പോലെ ഒരൊറ്റ വോട്ട് ഈ ഏരിയ ജയിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുക. ഇത്രയും നാളിവിടെ ഞങ്ങളിവിടെ കിടന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കടലിൽ കയറുന്ന എന്തെങ്കിലും ഒരു സഹായം കിട്ടിയാ ഇല്ല. മറ്റെന്തെങ്കിലും സഹായങ്ങൾ കിട്ടുന്ന ഒന്നുമില്ല. ഒരു 10-25 വർഷം കൊണ്ട് 100 രൂപ ഇവിടെ വാങ്ങിക്കും. എല്ലാം കടപ്പുറത്ത് കടൽപ്പണി ചെയ്യുന്ന ആളുകളായിക്കണേ. എല്ലാരും പൊതുവെ മീൻ പിടുത്തക്കാരാ. അല്ല ഇവിടെ വേറെ മേഖലയൊന്നും ഇല്ല.